നമ്മൾ മലയാളികളുടെ അടുക്കളയിലേക്ക് നോക്കിയാൽ അതിൽ തന്നെ നിരവധി പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണ വിഭവങ്ങളുണ്ട്. അത്തരത്തിൽ ഈ മഞ്ഞുകാലത്ത് ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്ന ചില മലയാളി കറികളാണ് പരിചയപ്പെടുത്തുന്നത്. ഇവ ആഹാരത്തിന്റെ ഭാഗമാക്കുന്നത് നല്ലതാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കറി എന്ന നിലയിൽ ഈ മഞ്ഞുകാലത്ത് പരിഗണിക്കാവുന്നതാണ് അവിയൽ. ഒട്ടുമിക്ക പച്ചക്കറികളും തേങ്ങയും തൈരും ചേർത്ത് തയ്യാറാക്കുന്ന അവിയൽ ശരീരത്തിന് വേണ്ട പോഷകങ്ങൾ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ കറിവേപ്പിലയും ധാരാളം ചേർക്കുന്നതിനാൽ അതും ആരോഗ്യത്തിന് നല്ലതാണ്. അവസാനം വെളിച്ചെണ്ണ ചേർക്കുന്നത് അമിതമാകാതെ മിതമായ അളവിൽ ചേർത്താൽ നല്ല ഹെൽത്തിയായി കഴിക്കാവുന്ന ഒരു ആഹാരം തന്നെയാണ് അവിയൽ. നിങ്ങൾ ഈ മഞ്ഞുകാലത്ത് അവിയൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും തയ്യാറാക്കി കഴിച്ചാൽ ആരോഗ്യം നിലനിർത്താൻ സാധിക്കും. ചുമ, കഫക്കെട്ട് എന്നീ പ്രശ്നങ്ങളെ അകറ്റി നിർത്താനും അതിൽ നിന്നെല്ലാം ആശ്വാസം നൽകാനും സാധിക്കുന്ന ഒരു കിടിലൻ കറി തന്നെയാണ് രസം. തയ്യാറാക്കുമ്പോൾ അതിൽ മല്ലി ചതച്ച് ചേർക്കുന്നുണ്ട്. ഇത് സത്യത്തിൽ നമ്മളുടെ ദഹനം കൃത്യമായി നടക്കുന്നതിന് സഹായിക്കുന്നു. അതുപോലെ തന്നെ ഇതിൽ ചേർക്കുന്ന കുരുമുളക്, വെളുത്തുള്ളി എന്നിവ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ നല്ലതാണ്. ശരീരത്തെ ചൂടാക്കി നിലനിർത്താനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുമെല്ലാം രസം ആഹാരത്തിന്റെ ഭാഗമാക്കുന്നതിലൂടെ സാധിക്കുന്നു. മത്തന്റെ ഗുണങ്ങൾ മൊത്തത്തിൽ അടങ്ങിയ ഒരു കറിയാണ് എരിശ്ശേരി. ധാരാളം നാരുകൾ അടങ്ങിയ മത്തൻ ശരീരത്തിൽ എത്തുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അതുപോലെ ആന്റി ഓക്സിഡന്റ്സ്, വിറ്റാമിനുകൾ, മഗ്നീഷ്യം, പൊട്ടാസ്യം, ബീറ്റ കരോട്ടിൻ എന്നിങ്ങനെ നിരവധി ഗുണങ്ങളാണ് എരിശ്ശേരിയിലൂടെ നിങ്ങൾക്ക് ആരോഗ്യത്തിന് ലഭിക്കുന്നത്. ചിലർ എരിശ്ശേരി തയ്യാറാക്കുമ്പോൾ അതിൽ വൻപയർ കൂടാതെ കായയും ചേർക്കുന്നത് കാണാം. ഇത്തരത്തിൽ കായ ചേർത്താൽ അതും ആരോഗ്യത്തിന് ഗുണകരം തന്നെയാണ്. അതിനാൽ മലയാളികളുടെ സ്വന്തം എരിശ്ശേരി ഈ മഞ്ഞുകാലത്ത് നിങ്ങളുടെ ആഹാരത്തിന്റെ ഭാഗമാക്കുന്നത് ആരോഗ്യ ഗുണങ്ങൾ നൽകാൻ സഹായിക്കുന്നുണ്ട്. ആരോഗ്യപ്രദമായ മറ്റൊരു കറിയാണ് മുട്ട ക്യാരറ്റ് തോരൻ. മഞ്ഞുകാലത്ത് കൊഴുപ്പ് കുറഞ്ഞ ആഹാരങ്ങൾ കഴിക്കുന്നത് നല്ലതാണ്. അത്തരത്തിലൊന്നാണ് മുട്ട. ഇത് ശരീരത്തിലേക്ക് പ്രോട്ടീൻ എത്തിക്കുന്നു. അതുപോലെ തന്നെ ക്യാരറ്റ് വിറ്റാമിൻ എ, നാരുകൾ, ആന്റി ഓക്സിഡന്റ്സ് എന്നിവയുടെ ഒരു കലവറയാണ്. ക്യാരറ്റ് പച്ചയ്ക്ക് കഴിക്കുന്നതിനേക്കാൾ വേവിച്ച് കഴിക്കുമ്പോഴാണ് അതിന്റെ ഗുണങ്ങൾ നമ്മളിലേക്ക് എത്തുന്നത്. അതിനാൽ ഈ മഞ്ഞുകാലത്ത് ക്യാരറ്റ് മുട്ട തോരൻ കഴിക്കുന്നത് വളരെ നല്ലതാണ്. പല വിധത്തിൽ പരിപ്പ് നമ്മളുടെ ആഹാരത്തിന്റെ ഭാഗമാക്കാറുണ്ട്. അതിൽ തന്നെ പരിപ്പും ചീരയും ചേർത്ത് തയ്യാറാക്കുന്ന കറി പലരുടെയും ഇഷ്ടവിഭവമാണ്. ഇത് കഴിച്ചാൽ പരിപ്പിന്റേതായ ഗുണങ്ങൾ നമ്മളുടെ ശരീരത്തിലെത്തും. അതിന്റെ കൂടെ തന്നെ ചീരയുടെ ആരോഗ്യ ഗുണങ്ങളും ശരീരത്തിലേക്ക് എത്താൻ ഇത് സഹായിക്കുന്നുണ്ട്. കൂടാതെ ഇത് കഴിക്കുന്നതിലൂടെ ശരീരത്തിലേക്ക് കാൽസ്യം, മഗ്നീഷ്യം, അയൺ എന്നിവ ശരീരത്തിൽ എത്താനും ഇത് സഹായിക്കുന്നുണ്ട്.